Hello guys, welcome back to my YouTube channel. Hello guys, welcome back to my channel. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്തായിരിക്കും നിങ്ങൾക്കറിയില്ല. എയർപോർട്ട് വ്ളോഗാണ്. ഞാൻ റെഡി ആവണത്, മേക്കപ്പ് ഇടുന്നത്, അതൊക്കെ ആയിരിക്കും. പിന്നെ എയർപോർട്ടിൽ പോയി ഇമിഗ്രേഷൻ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ എമിറേറ്റ്സ് ആണ് പോകുന്നത്. പക്ഷേ എമിറേറ്റ്സിന് പോയി ചെക്ക് ഇൻ ചെയ്തു ഓൾറെഡി. പക്ഷെ ഞങ്ങൾ മൂന്നരും ഡിഫറെൻറ്റ് സീറ്റിലാണ്. ഞാൻ 32, അമ്മ 33, അച്ഛൻ 34. ബട്ട് വിൽ ആസ്ക് ദം ഒരു ഇരുത്താൻ പറ്റുമെന്ന്. നോ കോസ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ബാംഗ്ലൂർ തന്നെ പോകണം. എൻ്റെ മുന്നത്തെ വീട്ടിലെല്ലാം ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഹെയർ സ്പാ ചെയ്തിട്ടില്ല, ഇന്നേ വരെ ചെയ്തിട്ടില്ല. അപ്പോൾ ദെൻ ലുക്ക് ദി സോഫ്റ്റ്നെസ്. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചു ഞാൻ അമ്മയെ അച്ഛനെ മിസ് ചെയ്യുമെന്ന് ചോദിച്ചു. മിസ് ചെയ്യും, ഓബ്വിയസ്ലി പാരൻസ് മിസ് ചെയ്യും. ഞാൻ അച്ഛനേക്കാളും കൂടുതൽ അമ്മയെ മിസ് ചെയ്യും. ബിക്കോസ് ആ 11th ഉം 12th ഞാൻ നാട്ടിലായിരുന്നല്ലോ. 11th ഉം 12th ഉം ഞാൻ അമ്മയുടെ കൂടുതൽ കുറച്ചും ബോണ്ടായി. അമ്മയോടെല്ലാം തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും, അച്ഛനെയും ഒരുപാട് മിസ് ചെയ്യുന്നല്ല. അപ്പോൾ ദെൻ 11th ഉം 12th ഉം അമ്മയോട് കുറച്ചുകൂടി ബോണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ ഹാവ് ദി റൈറ്റ്, എനിക്ക് ആ സ്വാതന്ത്ര്യം കിട്ടി, അമ്മയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അമ്മേനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അമ്മ പിന്നെ ലാസ്റ്റ് 6 months ഉണ്ടായിരുന്നില്ല, ഇവിടെ വർക്കായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഐ സ്റ്റാർട്ട് ബീങ് ഇൻഡിപെൻഡൻറ്റ്. എൻ്റെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ്. അപ്പോൾ ആ സമയത്ത് അച്ഛമ്മയും അച്ഛനും അമ്മമ്മയും അച്ഛനും മാത്രമേ ഉണ്ടാകുള്ളൂ എനിക്ക്. അപ്പോൾ ദെൻ ആ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയൊന്നുമില്ല അല്ലെങ്കിലും. അപ്പോൾ ദെൻ ആ 6 months അമ്മ ഇല്ലാത്തപ്പോൾ ആദ്യമായിട്ടാണ് അമ്മ 6 months എന്നിട്ട് ദൂരെ നിൽക്കുന്നത്. ഓൺലി വീഡിയോ കണക്ഷൻസ് ആൻഡ് ഓൾ. അപ്പോൾ ആ 6 months ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയെന്നാണ്. നമ്മൾ ഇച്ചിരി 5% ഇൻഡിപെൻഡൻ്റ് ആയെന്നാണ്. സോ ഐ ക്യാൻ ഡു. എനിക്ക് അമ്മയില്ലാതെയും പറ്റും. ബട്ട് ഞാൻ അമ്മേനെയും അച്ഛനെ ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ ഞാൻ അത് അവരോട് പറഞ്ഞിട്ടില്ല, അത് കുറച്ച് ഓവറാവും. ഞാൻ അവരോട് പറഞ്ഞാൽ എൻ്റെ വില താഴ്ന്നു പോകും. ബട്ട് ഐ ഷുവലി മിസ് ദം. സോ നമുക്ക് ഏത് ബ്ലോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 11:22 ആയി. അപ്പോൾ ഡ്രസ്സ് മാറുമ്പോഴാണ് ഞങ്ങളെ കൊണ്ടാക്കുന്ന രാഹുലും ഞാൻ അച്ഛൻ്റെ ഫ്രണ്ടാണ്. സോ ഡ്രസ്സ് മാറിയിട്ട് വരാം. Look at my dress. Pearls ആണ് guys, pearls. Look at this. ആൾക്കാരെൻ്റെ കളർ കാണില്ല എന്ന് പരാതി പറഞ്ഞു. ഇതാണ് എൻ്റെ കളർ. ഓക്കെ, പാൻറ് ദിസ് ഇസ് ദ പാൻറ് കളർ. അടിഭാഗം കാണിച്ചു തരാം, ഷൂവും പാൻറ്റും അടിഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എയർപോർട്ട് വ്ളോഗ്. ഇനി എയർപോർട്ട് വ്ളോഗ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പ് ടു ബോട്ടം എല്ലാം പോയതാണ്. നല്ല ഷൂ അല്ലേ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്ന് പിക്കാക്കി ടെർമിനൽ 3 സെൽഫ് ചെക്കിനാണ് ചെയ്തത്. അടിപൊളി, കുറച്ച് പണിയുള്ള പരിപാടിയാണ് സെൽഫ് ചെക്കിൻ. അപ്പോൾ തന്നെ ഇറ്റ് വാസ് ഫൺ. ഞങ്ങൾ എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദുബായ് മോളത്തെ വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഒരു ഷോപ്പിംഗ് മോൾ വൈബ് വരുന്നുണ്ട് ടെർമിനൽ 3. ഷോപ്പിംഗ് മോളാണോ? എയർപോർട്ട് ഷോപ്പിംഗ് മോൾ. എനിക്ക് മതിയായി. ഞാൻ മെഗ്ഡി കഴിക്കാനാണ് വന്നത്. മെഗ്ഡി അവിടെയാണ്, അങ്ങ് ദൂരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു വേണം മെഗ്ഡിയാണ്. എൻ്റെ ഗേറ്റ് ഇപ്പോൾ C6 ആയിട്ടുള്ളൂ. C2-ലേക്കാണ്. മെഗ്ഡിയുടെ സ്വപ്നം ഞാൻ നിർത്തി വെച്ചു. പക്ഷേ ഞാൻ സ്റ്റാർബക്സ് കണ്ടു മുന്നിൽ. സ്റ്റാർബക്സൊക്കെ ഭയങ്കര വില, അല്ലെങ്കിലും ഭയങ്കര വിലയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ എത്ര എന്ന് പറഞ്ഞാൽ നോക്കുക വേണ്ട. അപ്പോൾ C2 തൊട്ട് സൈഡിലാണ് സ്റ്റാർബക്സ്. അപ്പോൾ സൈസൊക്കെ ഇന്ന് സ്റ്റാർബക്സ് കഴിക്കാനുള്ള വിധിയേ ഉള്ളൂ. നോട്ട് ബാഡ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കുടിച്ച് ലിപ്സ്റ്റിക്ക് പോയി. നൈസായിരുന്നു. നോട്ട് വർത്ത് ദി മണി, ബട്ട് കുഴപ്പമില്ല, ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ എന്ത് നടന്നു, ബാംഗ്ലൂരിലെത്തിയ ദിവസമായിരിക്കും അടുത്ത വ്ളോഗ്.
അപ്പോൾ അത്രയുള്ള ഗൈസ്, ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു ഉമ്മ.